എല്ലാ വീരവാദം മുഴക്കലുകൾക്കും അവസാനം നിരുപാധികമായി PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവച്ചിരിക്കുകയാണ്. മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ, ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാതെ, സുപ്രധാന ഘടകകക്ഷിയായ CPIയുടെ അഭിപ്രായങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് എന്ത് CPI ഏത് CPI എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ പോലും അറിയാതെ, മന്ത്രിസഭാ അംഗങ്ങൾ പോലും അറിയാതെ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയെ ഡൽഹിയിൽ അയച്ച് PM ശ്രീ പദ്ധതിയിൽ CPM ഒപ്പുവെപ്പിച്ചത്. ഈ പണ്ട് CPM BJP ബന്ധത്തിൻ്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ശ്രീ M ആണ്. ഇപ്പോൾ CPM BJP ബന്ധത്തിൻ്റെ ഇടനിലയായി പ്രവർത്തിക്കുന്നത് PM ശ്രീയാണ്. അതാണ് വ്യത്യാസം. ഞങ്ങൾ പറഞ്ഞു, പണം മേടിക്കുന്നതിലല്ല കുഴപ്പം, RSSൻ്റെ അജണ്ട, പൊളിറ്റിക്കൽ അജണ്ട അടിച്ചേൽപ്പിക്കുകയാണ് ഇതിലൂടെ. അതിനെ എതിർക്കാൻ പോലും ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ഒരു ഡിസെൻറ്റ് നോട്ട് പോലും കൊടുത്തിട്ടില്ല. ഇത് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടാണ് വിദ്യാഭ്യാസം. കോൺഗ്രസ് അതിശക്തമായി ഈ PM ശ്രീ പദ്ധതിക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നതിന് അതിശക്തിയായി എതിർത്തിട്ടുള്ള പാർട്ടിയാണ് നേരത്തെ മുതൽ തന്നെ. ഈ പദ്ധതി കൺകറന്റ് ലിസ്റ്റിലുള്ള, സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യ അധികാരമുള്ള വിദ്യാഭ്യാസ കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ മീതെ കേന്ദ്രത്തിൻ്റെ നയം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് എന്ന് പല പ്രാവശ്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഇത് കുറച്ച് സ്കൂളുകൾക്ക് മാത്രമാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് തന്നെ രണ്ട് തരം സ്കൂളുകൾ വരിക. NEP അടിച്ചേൽപ്പിക്കുക, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ, പുതിയ പോളിസിയെ. ഇതിനൊന്നും ഒരു തരത്തിലുള്ള, ഇതെല്ലാം വലിയ വീരവാദം മുഴക്കിയതാണ് നേരത്തെ. ഇതുപോലെ ആയുഷ്മാൻ ആരോഗ്യ പദ്ധതി, അത് കേന്ദ്ര സർക്കാരിൻ്റെ പേര് എഴുതി വയ്ക്കാൻ വേറെ ആളെ നോക്കിയാൽ മതി എന്നൊക്കെയാണ് ആരോഗ്യമന്ത്രി മുഴക്കിയത്. ഇപ്പോൾ 1.5-2 കൊല്ലം പണം മേടിക്കാതെ ഇപ്പോൾ പണം മേടിച്ചാൽ അത് എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതും എല്ലാ സംഘടനകളും അതിശക്തിയായി ഇതിനെ എതിർത്തു. CPM ഇതിനെ എതിർത്തു. CPM കേന്ദ്ര കമ്മിറ്റി അതിനെതിരായ നിലപാടെടുത്തു. CPM കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാടിനെതിരായിട്ട് പോലുമാണ് CPM ഭരിക്കുന്ന സംസ്ഥാനത്തെ മന്ത്രിസഭ PM ശ്രീ പദ്ധതിയിൽ ഇങ്ങനൊരു നിലപാട്, ആരോടും ആലോചിക്കാതെ ഒറ്റയ്ക്കൊരു പാർട്ടി, ഒരു മുന്നണി ഭരിക്കുമ്പോൾ മുന്നണിയിലെ ഘടകകക്ഷികളും മന്ത്രിമാരുമായിട്ട് പോലും ആലോചിക്കാതെ, പ്രതിപക്ഷമായിട്ട് പോലും ആലോചിക്കാതെ ഇങ്ങനെ ഒരു ഏകപക്ഷീയമായ തീരുമാനമെടുത്ത്, ഇത് മുഖ്യമന്ത്രി പോയി പ്രധാനമന്ത്രിയെ കണ്ട് അവരുടെ ഒരു രാഷ്ട്രീയമായ ഒത്തുചേരലിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ പദ്ധതിയിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള ഈ തീരുമാനം. കാരണം CPMന് ഇപ്പോൾ CPIയേക്കാൾ വലുതാണ് BJP എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. രണ്ടാമത്തെ സുപ്രധാനമായ ഘടകകക്ഷിയായ CPIയേക്കാൾ വലുതാണ് CPMന് കേന്ദ്രം ഭരിക്കുന്ന BJP എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് CPM BJP ബാന്ധവത്തെ പറ്റിയുള്ള നിരവധിയായ പ്രതിപക്ഷ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് ഈ തീരുമാനം. ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ് രാജസ്ഥാനാണ്. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഛത്തീസ്ഗഡ് നടപ്പിലാക്കി. അപ്പോൾ ഇതൊക്കെ ഇല്ല, അതെല്ലാം ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പദ്ധതിക്ക് പണം മേടിക്കുന്നതിലൊരു തെറ്റുമില്ല. പദ്ധതിക്ക് പണം മേടിക്കുന്നത് കേന്ദ്രത്തിൻ്റെ അവരുടെ ആരെങ്കിലും വീട്ടിൽ നിന്നാണ് പണം എടുക്കുന്നത്. പണം മേടിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ അജണ്ട കൂടി എഗ്രി ചെയ്തുകൊണ്ടാണ് ഇവിടെ പൈസ മേടിക്കേണ്ടത്. അത് കോൺഗ്രസ് അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതാണ് നടപ്പാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പണം വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ഇപ്പോൾ പൈസ കൊടുത്തില്ലെങ്കിൽ ബാക്കിയുള്ള പദ്ധതികൾ കൂടി പണം കൊടുക്കില്ല എന്ന് ഭയപ്പെടുത്താം കേന്ദ്രം. അതിന് കീഴടക്കിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് ഈ അജണ്ടയ്ക്ക് എതിരായിട്ട് നോട്ട് കൊടുത്തുകൊണ്ടാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. കോൺഗ്രസ് ആ നയം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് കോൺഗ്രസിന്റെ നയം. അല്ല, അന്ന് ഒപ്പിടുമ്പോ ഈ കണ്ടീഷൻസ് ഇല്ല. അന്ന് ഒപ്പിടുമ്പോ ഞാൻ എന്നോട് സംസാരിക്കാൻ ഒതുക്കി. നിങ്ങൾ ചോദിച്ചതിന് ഞാൻ മറുപടി പറയണതിൻ്റെ ഇടയിൽ ഇയാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങൾ ചോദ്യത്തിന് ഞാൻ മറുപടി പറയണം. അന്ന് ഈ കണ്ടീഷൻസ് ഇല്ല. കണ്ടീഷൻസ് എപ്പോഴാണ് വരുന്നത്? ഇപ്പം കർണാടക കണ്ടീഷൻസ് ഇപ്പോഴാണ് വരുന്നത്. കർണാടക BJP ഗവൺമെൻറ്റാണ് ഒപ്പുവെച്ചത്. രാജസ്ഥാനിൽ കോൺഗ്രസ് ഗവൺമെൻറ് ഒപ്പുവെക്കുമ്പോൾ ഈ കണ്ടീഷൻസ് ഇല്ല. ഈ അടുത്താണ് കണ്ടീഷൻസ് വരുന്നത്. മനസ്സിലായില്ലേ? പുതിയ കണ്ടീഷൻസ് കൂടി വെക്കുന്നത്. അതിനെ ഒപ്പോസ് ചെയ്തു
കോൺഗ്രസ് എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളും അതിനെ ഒപ്പോസ് ചെയ്തു. കോൺഗ്രസ് പാർട്ടി തന്നെ ദേശീയ തലത്തിലൊരു നയമുണ്ടാക്കി അതിനെ അതിശക്തിയായി എതിർത്തു. പാർലമെൻറ്റിൽ എതിർത്തു, പാർലമെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ എതിർത്തു, എല്ലാ സ്ഥലത്തും എതിർത്തു. അത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞു. ക്ലിയറാണ്, ക്ലാരിറ്റിയോടുകൂടിയാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു അവ്യക്തതയില്ല. ഞങ്ങളത് പരിശോധിച്ചു. ഞാൻ പരിശോധിച്ചിട്ടാണ് ഞാൻ തന്നെ ഈ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞത്. പൈസ മേടിക്കുന്നതിലല്ല തെറ്റ്. ഈ കണ്ടീഷൻസിന് ഒരു എതിർപ്പ് പോലും പ്രകടിപ്പിച്ചില്ല. ഇത്രയും നാൾ സംസാരിച്ചെന്താ? ഒരു കാരണവശാലും ഇത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് നേരെ അൺകണ്ടീഷണലായിട്ട്, അതാണ് ഞാൻ ഉപയോഗിച്ച വാക്ക് താങ്കൾ ശ്രദ്ധിച്ചില്ല, നിരുപാധികം എന്നുള്ള വാക്ക് ഉപയോഗിച്ച് അൺകണ്ടീഷണലായിട്ടാണ് അഗ്രിമെന്റ് വെച്ചത്. ഈ 1600 കോടി രൂപയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഏകദേശം 15,000 സ്കൂളിന്റെ ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്. അപ്പോൾ ഈ തുക വേണ്ട എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നലെയും നിങ്ങളോട് പറഞ്ഞല്ലോ, തുക ആരും ഇവരുടെ കയ്യിൽ നിന്ന് തരുന്ന പൈസ അല്ലല്ലോ, ഇവരാരും വീട്ടിൽ നിന്ന് എടുത്ത് തരുന്ന പൈസ അല്ല. നമ്മൾ കൊടുക്കുന്ന GSTയുടെ പകുതി ശതമാനം കേന്ദ്രമാണ് മേടിക്കുന്നത്. ആ നികുതി പണത്തിൽ നിന്നല്ലേ ഇത് തരുന്നത്. അത് തരണം. അതിൻ്റെ മീതെ കണ്ടീഷൻ, കൺകറന്റ് ലിസ്റ്റിലുള്ള ഒരു വിഷയത്തിൽ ഒരു സ്റ്റേറ്റിന്റെ മീതെ കണ്ടീഷൻ അടിപ്പിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല. അതാണ്. അല്ല, ആ കണ്ടീഷൻസ് അംഗീകരിച്ചുകൊണ്ടാണ്, ഇപ്പോഴത്തെ കണ്ടീഷൻസ് മുഴുവൻ അംഗീകരിച്ചുകൊണ്ടാണ് ഒപ്പിടുന്നത്. ഒപ്പിട്ടത് ഇപ്പോഴാണ്. ഇപ്പോഴപ്പോൾ ആ കണ്ടീഷൻസ് അംഗീകരിക്കില്ല എന്നാണ് വേറെ സംസ്ഥാനങ്ങൾ പറയുന്നത്. അല്ല, അതിൽ ഈ കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യില്ല. കണ്ടീഷൻ നിർബന്ധിച്ച പൈസ കിട്ടില്ല. മനസ്സിലായില്ല? നമ്മളൊരു പ്രതിരോധം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയ പല പാഠ്യപദ്ധതികളും നമ്മൾ പ്രത്യേക പുസ്തകം പഠിച്ച് +1 +2 ഇറക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ അതല്ല യഥാർത്ഥ പ്രതിരോധം എന്ന് പറയുന്നത്. എങ്ങനെ ഇതുമായിട്ട് എന്താ ബന്ധമുള്ളത്? ഇത് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു വിഷയത്തിൽ ഏകപക്ഷീയമായ ഒരു പദ്ധതി ഉണ്ടാക്കി, ആ പദ്ധതിക്ക് പുതിയ കണ്ടീഷൻസ് ഉണ്ടായി, സ്റ്റേറ്റുകളുടെ മീതെ അടിച്ചേൽപ്പിക്കുകയാണ്. മനസ്സിലായി? കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ നിയമം ഉണ്ടാക്കാൻ അനുവാദമുള്ള വിഷയമാണ്. ആ വിഷയത്തിൽ ഏകപക്ഷീയമായ ഒരു നിലപാടെടുത്ത് ഇതായിരിക്കണം നിങ്ങളുടെ സ്റ്റേറ്റ് പോളിസി എന്ന് പറയാനുള്ള അധികാരം കേന്ദ്രത്തിനില്ല. മനസ്സിലായില്ലേ? കേന്ദ്രത്തിനില്ല. ആ ഇല്ലാത്ത അധികാരമാണ് ഉപയോഗിക്കുന്നത്. അതാണ് കോൺഗ്രസ് അതിനെ പാർലമെന്റിന് പുറത്തും എതിർത്തത്. താങ്കൾ പറയുന്നത് വേറെ പാഠപുസ്തകം അടിച്ചതൊക്കെ വേറെ കേസാണ്. ഇതിലെ കണ്ടീഷൻസ് വേറെയാണ്. അല്ല, തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി നേരിട്ട് കണ്ടിട്ടാണ് ഇതുവരെയുള്ള CPM-ന്റെ വാദമുഖങ്ങൾ മുഴുവൻ ഒരു ഫൈൻ മോർണിംഗ് ഇല്ലാതാവാണ്. CPI-യും CPM-ഉം കോൺഗ്രസും എല്ലാവരുടെ അടുത്ത നിലപാട് ഇത് തന്നെയാണ് ഈ കാര്യത്തിൽ. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ CPM മാത്രം അതിൽ വെള്ളം ചേർത്ത് ഏകപക്ഷീയമായി നിരുപാധികമായി എഗ്രിമെന്റ് വയ്ക്കുകയാണ്. അതല്ലേ പ്രശ്നം. ഒരു ചർച്ച പോലും മന്ത്രിസഭയിൽ നടത്തിയില്ല. ഇടതു മുന്നണിയിൽ പോലും ചർച്ച നടത്തിയിട്ടില്ല. ഒരു ഘടകകക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറി അതിശക്തമായി ഒരു പാർട്ടി മുഴുവൻ, അതിലെ മന്ത്രിമാർ, നിങ്ങളിപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലെ വാർത്തകൾ, നിങ്ങൾ തന്നെ കൊടുത്ത വാർത്തകൾ എന്താ? മന്ത്രി രാജൻ അതിനെ ശക്തിയായി എതിർത്ത് ഒരു കാരണവശാലും ഒപ്പുവയ്ക്കരുത് എന്ന് പറഞ്ഞു. ഇല്ലേ? ഈ ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി പരസ്യമായി വന്നതിനെതിരായിട്ട് പറഞ്ഞു. ഏത് CPI എന്നാണ് ചോദിക്കുന്നത്? നിരുപാധികം ഇത് ഒപ്പുവയ്ക്കരുതെന്നാണ്. നിരുപാധികം ഒപ്പുവയ്ക്കരുതെന്നാണ്. മറ്റു കണ്ടീഷനിലെന്താ? പണം നമുക്ക് അവകാശപ്പെട്ടതല്ലേ. കേന്ദ്രം ഒരു പദ്ധതി ഉണ്ടാക്കുമ്പോൾ ആ പണം എല്ലാ സംസ്ഥാനങ്ങൾക്കും അവകാശപ്പെട്ടാണ്. നമ്മൾ നികുതി കൊടുക്കുമല്ലേ. നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നല്ലേ ഇത് തരുന്നത്. അത് വേണ്ടാന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന കണ്ടീഷൻസ് സംസ്ഥാനം ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നുണ്ട്. ഫണ്ട് മേടിച്ച് അതേ പദ്ധതി അതേ രീതിയിൽ നടപ്പിലാക്കുന്ന സംസ്ഥാനം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴും. ഒപ്പുവെച്ച് കൊടുത്തിരിക്കുകയാണ് മുഴുവൻ. ഞാൻ പറഞ്ഞല്ലോ, അൺകണ്ടീഷണലായിട്ട് നിരുപാധികമായി ഒപ്പുവെച്ചിരിക്കുക. അല്ലല്ല, അവരുടെ ആ എഗ്രിമെന്റിൽ, ഇവർ ഒപ്പുവെച്ച എഗ്രിമെന്റിൽ നടപ്പാക്കണമെന്നുണ്ട്. ഇപ്പോഴത്തെ എഗ്രിമെന്റ് മനസ്സിലായി? അതുണ്ട്. താങ്കൾക്ക് തോന്നുന്നതാണ്. ഇപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വിശദീകരിച്ചല്ലോ. ഇത് നേരത്തെ എഗ്രിമെന്റ് വെക്കുന്ന സമയത്ത് ഈ കണ്ടീഷൻസ് ഇല്ല. അതിനേക്കാൾ കൂടുതൽ വ്യക്തത എങ്ങനെ വരുന്നത്? ആ വ്യക്തത വരുത്തിയിട്ട് താങ്കൾക്ക് തോന്നുകയാണെങ്കിൽ വേറെ എന്താ കുഴപ്പമാണ്? അത്
പ്രിജുഡീസറാണ്, മുൻവിധിയോടുകൂടി സംസാരിച്ചത്. അല്ല, നമ്മൾ ആലോചിക്കും, നമ്മൾ ഇതിൻ്റെ എതിർപ്പ് അറിയിക്കും, ഈ പരിപാടി നടപ്പാക്കില്ലെന്ന് അറിയിക്കും, ഉറപ്പായിട്ടും. അത് കോൺഗ്രസ് സ്റ്റാൻഡാണ്, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല. കർണാടക ഗവൺമെൻറ്റും തെലങ്കാന ഗവൺമെൻറ്റും അറിയിച്ചിട്ടുണ്ട് പുതിയ കണ്ടീഷൻസ് വന്നപ്പോൾ ഈ നിബന്ധനകൾ അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ AICCയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നത്, ഇത് അടിച്ചേൽപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. സ്റ്റേറ്റിൻ്റെ മീത് അടിച്ചേൽപ്പിക്കരുത്, ഇത് നിയമവിരുദ്ധമാണ്, ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ള നിലപാട് കോൺഗ്രസ് എടുത്തത്. ഒപ്പോസ് ചെയ്തോണ്ടാണ്. അല്ല, ഏത് CPI എന്ന് CPM സംസ്ഥാന സെക്രട്ടറി ചോദിക്കല്ലേ, ഏത് CPI എന്ന്? എന്നിട്ട് അപമാനം സഹിച്ചുകൊണ്ട് അവരെ അതിൻ്റെ അകത്ത് തുടരുവാണോ അതോ അവരാലോചിക്കട്ടെ. ഞങ്ങൾ അവരുമായിട്ട് ചർച്ചയും കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. അവർ പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത് അവരാണ്, രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ടത് അവരാണ്. അല്ല, നമ്മളങ്ങനെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഡിസിഷൻ ഒന്നും എടുത്തിട്ടില്ല. അത് അവരാണ് തീരുമാനം എടുക്കേണ്ടത്, CPI ആണ് തീരുമാനം എടുക്കേണ്ടത്. ഈ നാണക്കേട് സഹിച്ച് LDFൽ തുടരണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ട അവരാണ്. ഞങ്ങൾ അതിനെക്കുറിച്ച് അല്ലാതെ വരട്ടെ, അവരുടെ ഒരു തീരുമാനം പറയട്ടെ. അവരിപ്പോൾ ഒരു മുന്നണിയിലെ ഘടകകക്ഷിയല്ലേ, നമ്മളതങ്ങനെ പറയാൻ പാടില്ല. അവർക്ക് അവരുടേതായ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. അവർ തീരുമാനം പറയട്ടെ, അപ്പം ഞങ്ങളെ അഭിപ്രായം പറയും. തീർച്ചയായിട്ടും ഇത്രയും നാണക്കേട് സഹിച്ച് ഏത് പാർട്ടിയാണ് ഇങ്ങനെ നിൽക്കുന്നത്? ഏതെങ്കിലും പാർട്ടി ഒരു മുന്നണിയിൽ നിൽക്കുക, അവർ പറഞ്ഞിട്ട് അവരോട് കേന്ദ്ര നേതൃത്വം ഉറപ്പ് കൊടുത്ത് ചർച്ച ചെയ്യാമെന്ന്, അവരുടെ മുന്നണിയിൽ ചർച്ച ചെയ്യാമെന്ന് ഉറപ്പ് കൊടുത്തു. മുന്നണിയിലും ചർച്ച ചെയ്തില്ല, മന്ത്രിസഭയിലും ചർച്ച ചെയ്തില്ല, ഉഭയകക്ഷി ചർച്ചയും നടത്താതെ ഏകപക്ഷീയമായി ഒപ്പിട്ട് TV ന്യൂസിൽ കൂടി മാധ്യമങ്ങളിലെ വാർത്തയിൽ കൂടിയാണ് CPIയും മന്ത്രിമാരും നേതൃത്വം അറിയുന്നത്. ഇത് ഒപ്പുവെച്ചു വന്നു. അതിനേക്കാൾ വലിയ നാണക്കേട് ഒരു പാർട്ടിക്ക് ഉണ്ടാകണം. എങ്ങനെ? അല്ല, അതൊക്കെ പിന്നീട്, അതൊക്കെ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്, സാങ്കല്പിക ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല. അല്ല, അവര് പൊളിറ്റിക്കലായി തീരുമാനം എടുക്കേണ്ടത് അവരാണ്. അല്ല, ഇത് ഇരട്ടത്താപ്പാണ്. പുറത്തൊന്ന് പറയുകയും അകത്തൊന്ന് ചെയ്യുകയും ചെയ്യുന്ന വേറൊരു നിലപാടാണ് ഇതിരിക്കുന്നത്. എന്ത് സമ്മർദ്ദമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മീതെ കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായതെന്ന് വ്യക്തമാക്കണം, ഇതിൽ ഒപ്പിടാൻ. അതാണ് വ്യക്തമാക്കേണ്ടത്. ഏത് തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് മീതെ? മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് ഈ തീരുമാനം എടുക്കുന്നത്. നിലവിലുള്ള ഒരു തീരുമാനത്തിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ തീരുമാനം തന്നെയായിരുന്നു CPMൻ്റെ തീരുമാനം. താങ്കൾ വേറെ വ്യത്യസ്തമായിട്ട് പ്രതിരോധം തീർത്ത കാര്യമൊക്കെ പറഞ്ഞെങ്കിലും പ്രതിരോധം തീർത്ത കാര്യം അല്ലായിരുന്നു CPMൻ്റെ തീരുമാനം. ആയിരുന്നോ? CPMൻ്റെ തീരുമാനം ഞങ്ങളുടെ തീരുമാനം പോലെ തന്നെ ഉറച്ച തീരുമാനമായിരുന്നു, അല്ലേ? CPIയുടെ പോലെ, CPMൻ്റെ പോലെ, ഞങ്ങളുടെ പോലെ ഉറച്ച തീരുമാനമായിരുന്നു. ആ ഉറച്ച തീരുമാനത്തിൽ നിന്ന് മലക്കം പറഞ്ഞത് ഏത് രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ പേരിലാണ്? അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, BJP ഭയമാണ്, കേന്ദ്ര ഗവൺമെന്റിന് ഭയമാണ്, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരുപാട് കേസുകളുണ്ട്. അല്ല, ഇപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുതിയ കണ്ടീഷൻസ് വെച്ചപ്പോൾ ആ കണ്ടീഷൻസ് നമ്മൾ ഒപ്പോസ് ചെയ്യും. ആ കണ്ടീഷൻസ് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവർ ചിലപ്പോൾ പൈസ തടഞ്ഞു വെക്കും. അപ്പോൾ നോക്കാം. അല്ല, അതല്ല, ബോർഡ് വെക്കണതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ ബോർഡ് വെക്കണതിൻ്റെ കുഴപ്പം നമ്മൾ വെക്കാറുണ്ടല്ലോ, സാധാരണ വെക്കാറില്ല, നേരത്തെയൊക്കെ വെക്കാറുണ്ട്. അതല്ല ഇഷ്യൂ, ബോർഡ് വെക്കണതല്ല ഇഷ്യൂ. കേന്ദ്രത്തിൻ്റെ ചില പൊളിറ്റിക്കൽ അജണ്ട ഈ പദ്ധതിയിൽ കൂടി അടിച്ചേൽപ്പിക്കുക, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയാൻ പൈസ കൊടുത്തുകൊണ്ട്. അതിനെയാണ് ഈ പുതിയ കണ്ടീഷൻസാണ് വെച്ചത്. ആ കണ്ടീഷൻസിനാണ് എതിർത്തത്. ഈ പാർട്ടി ജനറൽ സെക്രട്ടറിയെ സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ സംസ്ഥാനത്തെ പാർട്ടിയും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. CPMന്റെ പാർട്ടി ജനറൽ സെക്രട്ടറി MABB ആണ്. MABB പറഞ്ഞതിന് വിരുദ്ധമായിട്ടല്ലേ ഇവർ ചെയ്തത്. MABB കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താ? CPIയോട് പറഞ്ഞെന്താ? നമുക്ക് സംസാരിക്കാം, അല്ലേ? ഞങ്ങളുടെ നയം അതാണ്, കേന്ദ്ര CPMന്റെ നയവും അതാണ്, ഇതിനെ സറണ്ടർ ചെയ്യേണ്ടെന്നാണ് തീരുമാനം എന്ന് പറഞ്ഞു. അതെല്ലാം കാറ്റിൽ പറത്തി. ഏത് കേന്ദ്ര കമ്മിറ്റി? ഈ സംസ്ഥാന കമ്മിറ്റി നിയന്ത്രിക്കുന്ന കേന്ദ്ര കമ്മിറ്റിയല്ലേ അവിടെ ഉള്ളത്? ഈ മുഖ്യമന്ത്രിക്ക് മീതെ ഏത് കേന്ദ്ര കമ്മിറ്റിയാണ് ഉള്ളത്? അത് വ്യക്തമായില്ല ഒന്നും കൂടി. അല്ല, ഞാൻ ചോദിച്ചത്, അത് മനസ്സിലായല്ലോ.
അദ്ദേഹം പ്രധാനമന്ത്രിയെ പോയി കണ്ടിട്ടാണ് CPM-ന്റെ അഭിപ്രായത്തിൽ വെള്ളം ചേർക്കുകയും മലക്കം പറയുകയും ചെയ്തത്. അത് വ്യക്തമാണ്. സംഘടനാപരമായ കാര്യങ്ങളാണ് അത്. നിങ്ങൾ KPCC പ്രസിഡന്റിനോട് ചോദിക്കാം, അദ്ദേഹം പറയില്ല. ഞാൻ അത് പറയാൻ കോമ്പിറ്റൻ്റ് ആയ ആളല്ല. എല്ലാ ദിവസവും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക. കോൺഗ്രസും UDF-ഉം അതിശക്തമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ വോട്ടർ പട്ടികയിൽ നന്നായി പേര് ചേർത്തിട്ടുണ്ട്. കേരളത്തിൽ മുഴുവൻ വാർഡ് കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. UDF-ഉം UDF-ലെ ഘടകകക്ഷികളും. ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും കുടുംബ സംഗമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഹൗസ് ടു ഹൗസ് ക്യാമ്പയിൻ കോൺഗ്രസ് പ്രത്യേകമായിട്ട് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ UDF-ന്റെ സീറ്റ് വിഭജന ചർച്ചകൾ ജില്ലാ തലങ്ങളിൽ ആരംഭിക്കുകയാണ്. ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് UDF-ന്റെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാകും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതോടുകൂടി അതാത് ഘടകകക്ഷികളുടെ അവരുടേതായ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടുള്ള സംഘടനാപരമായ കാര്യങ്ങൾ അതാത് ഘടകകക്ഷികൾ തീരുമാനിക്കും. എൻ്റെ നോ കമന്റ്സ്. അല്ലല്ല, ഇതിനു മുമ്പ് ഒരു പുസ്തക പ്രസിദ്ധീകരണം പറഞ്ഞു. 3 ദിവസം മുമ്പാണ് പറഞ്ഞത്. 3 ദിവസം മുമ്പാണ് ആ പുസ്തക പ്രസിദ്ധീകരണം പറഞ്ഞത്. മുഖ്യമന്ത്രി തിരുവനന്തപുരത്തുണ്ട്, ഞാനില്ല അന്ന് തിരുവനന്തപുരത്ത്. 3 ദിവസം മുമ്പ് പറഞ്ഞാൽ പെട്ടെന്ന് എങ്ങനെയാണ് നമ്മൾ പരിപാടിക്കില്ലെന്ന് അസൗകര്യം പറഞ്ഞു. ഇന്നലത്തെ പരിപാടിക്ക് എനിക്ക് പ്രോഗ്രാമാണ് അയച്ചു തന്നത്. ആ പ്രോഗ്രാമിൽ ഞാനില്ല. ഞാനില്ലാത്ത പ്രോഗ്രാമിൽ ഞാൻ എന്തിനാണ് അവിടെ പോകുന്നത്? അഭിലാഷ്, 1.5 വർഷം മുമ്പ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഇദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യാനുള്ള ഉത്തരവിറക്കിയതാണ്. ആ ഉത്തരവിൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ ഇപ്പോഴും സർവീസിന് പുറത്താണ്. ഇയാൾ 1.5 വർഷം കഴിഞ്ഞ് എങ്ങനെ സർവീസിൽ തിരിച്ചു വന്നു? ഒന്ന് CPM-ന്റെ സഹയാത്രികനാണ്. വഞ്ചിയൂർ CPM-ന്റെ പാർട്ടി ഓഫീസിൽ എപ്പോഴും പോയിരിക്കുന്ന ഒരാളാണ്. അറിയപ്പെടുന്ന CPM-കാരനാണ്. സർവീസിൽ വന്നിട്ട് സർവീസിൽ ഉണ്ടാകുന്നതിന് മുമ്പ് CPM ആയിട്ട്. അപ്പോൾ അയാളെ, അതായത് ഒരു ലൈംഗിക അപവാദ കേസിൽ പണം മേടിച്ച് അത് ഒതുക്കി തീർത്തു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് അയാൾക്ക് എതിരെയുള്ളത്. ഗുരുതരമായ ആരോപണം. ആ ആരോപണത്തിലാണ് അന്നത്തെ കമ്മീഷണർ ഇയാളെ പുറത്താക്കാൻ തീരുമാനിച്ചത്, ഡിസ്മിസ് ചെയ്യാൻ തീരുമാനിച്ചത്. ആ തീരുമാനത്തെ അട്ടിമറിച്ച് ഇയാളെ തിരിച്ച് സർവീസിൽ കൊണ്ടുപോകും. അയാളെ കൊണ്ടാണ് ഷാഫി അടിപ്പിച്ചത്. അതിലൊരു ഗൂഢാലോചന, ക്രിമിനൽ ഗൂഢാലോചന ഷാഫി അടിക്കുന്നതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഇയാളാണ് അത് ചെയ്തത്. ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ പിന്നീടും പുറത്ത് പറയാം. ഇയാളുടെ പശ്ചാത്തലം മുഴുവൻ. ഇയാൾക്ക് തിരുവനന്തപുരത്തെ മുഴുവൻ ഗുണ്ടകളുമായി ബന്ധമുണ്ടെന്ന് പോലീസ് റിപ്പോർട്ടുണ്ട്. ക്രിമിനൽസുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്താണ്, അല്ല ഡിസ്മിസ് ചെയ്താണ്. തീരുമാനം വന്നാൽ അത് റദ്ദാക്കിയിട്ട് അയാളെ തിരിച്ചെടുത്തു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഒരു നുണ പറഞ്ഞു അസംബ്ലിയിൽ. എന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്. 144 പോലീസ് ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ പുറത്താക്കി. ഇന്ത്യയിൽ ഏത് ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്, കേരളത്തിൽ ഏത് ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു. ഞങ്ങൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ ഇതുവരെ ക്രോഡീകരിച്ചിട്ടില്ല എത്ര പേരെ പുറത്താക്കിയെന്ന്. അറിയാവുന്ന ഞങ്ങൾക്ക് 14 പേരെ പുറത്താക്കിയ കാര്യം അറിയാം. ഈ 14 144 തെറ്റിദ്ധരിച്ച് പറഞ്ഞാണെന്ന് അറിയില്ല. അതിൽപ്പെട്ട ആളുകളെയാണ് ഈ തിരിച്ചെടുക്കുന്നത്. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെട്ടിട്ടുള്ള ആളുകളെയാണ് സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുന്നത്, സർവീസിൽ നിന്ന് പുറത്താക്കുക. അങ്ങനെ ഗുരുതരമായ കുറ്റകൃത്യം ആരോപിച്ച് സർവീസിൽ നിന്ന് പുറത്താക്കിയ ഒരാളെ വീണ്ടും തിരിച്ച് സർവീസിൽ കയറ്റി അയാളെ കൊണ്ട് ഈ ഗൂഢാലോചനയിലെ റോള് പ്ലേ ചെയ്യിപ്പിച്ചു. അത് സംഘടനാപരമായ കാര്യങ്ങളാണ്. സംഘടനാപരമായ കാര്യങ്ങളാണ്. അതിൽ ഞാനെന്തിനാ കമന്റ് പറയുന്നത്? അല്ല, അത് KPCC പ്രസിഡന്റാണ് തീരുമാനിക്കേണ്ടത്. ഞാനല്ലല്ല KPCC യോഗം വിളിക്കുന്നത്. UDF യോഗത്തെ പറ്റി ചോദിച്ചാൽ ഞാൻ പറയാം. UDF യോഗം ഉടനെ ഉണ്ടാവും. അതല്ല, എനിക്ക് പരാതിയില്ല. ഞാൻ നോക്കിയപ്പോൾ പ്രോഗ്രാമിൽ ഞാനില്ല. എനിക്ക് അയച്ചു തന്ന പ്രോഗ്രാമിൽ ഞാനില്ല. അതുകൊണ്ട് ഞാൻ പോയില്ല. തലേദിവസം ഞാൻ ഉണ്ടായില്ല. കാരണം മലപ്പുറത്ത് എനിക്ക്
7 പഞ്ചായത്തുകളിലെ പരിപാടി ഉണ്ടായിരുന്നു പാലക്കാടും മലപ്പുറത്തും, നേരത്തെ എടുത്ത പരിപാടി. അതുകൊണ്ട് എനിക്ക് ഡിന്നറിൽ എത്താൻ പറ്റിയില്ല. പക്ഷെ കോൺഗ്രസ് അതിനെ ബഹിഷ്കരിക്കുകയൊന്നും ചെയ്തില്ല. ഞങ്ങളുടെ 2 MP തിരുവനന്തപുരത്തുള്ള 2 MP ക്ഷണിതാക്കളായ 2 MP ആ പരിപാടിയിൽ പങ്കെടുത്തു. എനിക്കതിനെ വിളിച്ചതിനൊന്നും പരാതിയൊന്നുമില്ല. ഇനി ഇത് നമ്മൾ നേരത്തെ പ്രോഗ്രാം കൊടുക്കുന്നതല്ലേ, നമ്മൾ പല സ്ഥലത്ത് പല ജില്ലയിൽ കൊടുക്കുന്നത്. 2 ദിവസം 3 ദിവസം മുമ്പ് പറഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. നമ്മൾ ആ പരിപാടി മുഴുവൻ ക്യാൻസൽ ചെയ്യണം. അതാണ് പറ്റിയത്. ഇത് പറഞ്ഞിരുന്നു. ഞാൻ രാവിലെ എത്തിയതാണ്, പ്രോഗ്രാം നോക്കിയപ്പോൾ എനിക്ക് അയച്ചു തന്നിരുന്നു പ്രോഗ്രാം നോക്കിയപ്പോൾ ഞാനില്ല, ഇല്ലാത്ത പരിപാടിക്ക് ഞാൻ എന്തിനാ പോകും. ഈ വെള്ളാപ്പള്ളി നടേശന് ഉറച്ച നിലപാട് നേതാവെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. പ്രതിപക്ഷ നേതാവായിട്ട് ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ്. അത് ഞാൻ അതിന് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. രമേശ് ചെന്നിത്തലയ്ക്ക് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അതിലെന്താ തെറ്റ്? പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് വേണ്ടി റിഹേഴ്സൽ നടത്തുന്ന നേതാവാണെന്ന പരാമർശം വെള്ളാപ്പള്ളി പറഞ്ഞോട്ട് തന്നെ. അതിനെന്താ, അവർക്കൊക്കെ സ്വാതന്ത്ര്യമുള്ളതല്ലേ. അവരൊന്നും എന്നെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്നെന്താ പറഞ്ഞത്, അവർക്കെല്ലാം കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വിമർശനത്തിന് അതീതനല്ലല്ലോ, ഞാൻ വിമർശനത്തിന് അതീതനല്ലല്ലോ. ആരെങ്കിലും എന്നെ വിമർശിച്ചാൽ ഞാൻ അവരുടെ മക്കിട്ട് കാരണം എന്തിനാ? ഞാൻ അദ്ദേഹത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അദ്ദേഹം എന്നെക്കുറിച്ച് എന്തെല്ലാം മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചു. ഞാൻ ഒരു വാക്കും മോശമായിട്ട് പറഞ്ഞില്ല. അദ്ദേഹത്തിന് 90 വയസ്സുണ്ട്. ഞാൻ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. എന്ത് മോശമായിട്ട് നാളെ പറഞ്ഞാലും ഞാൻ തിരിച്ചു പറയില്ല. ഞാൻ എൻ്റെ കസേരയോട് എനിക്കൊരു ബഹുമാനം വേണ്ടേ? ഞാൻ ഇരിക്കുന്ന കസേരയോട് എനിക്കൊരു ബഹുമാനം വേണ്ടേ? ഇല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ബഹുമാനം ഉണ്ടോ? ഞാൻ ഈ കസേരയിൽ ഇരുന്ന് എന്തും പറയാൻ പാടില്ല. അതിന് പരിമിതികളുണ്ട്. ഞാൻ അങ്ങനെ മോശമായിട്ടുള്ളൊരു വാക്കും പറയാറില്ല. നിങ്ങളോട് വല്ല സംസാരിക്കും. നിങ്ങൾ എന്തൊക്കെയാണ് എന്നോട് ചോദിക്കണം? നിങ്ങളിപ്പോൾ തന്നെ എത്ര കുത്തിത്തിരിപ്പി ചോദ്യം ചോദിച്ചത് രാവിലെ തൊട്ട്? ഈ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിൽ എത്ര കുത്തിത്തിരിപ്പി ചോദ്യങ്ങൾ ചോദിച്ചു? ഞാനതൊക്കെ ചിരിച്ചുകൊണ്ടല്ല മറുപടി പറഞ്ഞത്. അല്ല, എല്ലാത്തിനും പറയണമെന്നില്ലല്ലോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ ഇരിക്കുന്ന സ്ഥാനത്ത് ഇരുന്നിട്ടുള്ള മറുപടിയല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സംഘടനാപരമായ കാര്യങ്ങൾ KPCC പ്രസിഡന്റ് പറയേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചത്. അത് ഞാൻ പറയില്ല, അദ്ദേഹം പറയുമെന്ന് ഞാൻ പറഞ്ഞു. KPCCയുടെ അടുത്ത മീറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാമോ? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് അപ്പോൾ വിവാദമാക്കും. UDF ചെയർമാൻ എന്ത് കാര്യം, പ്രതിപക്ഷ നേതാവിന് എന്ത് കാര്യം, അപ്പം നിങ്ങളിപ്പോൾ ചർച്ച തുടങ്ങും TV-യിൽ. നിങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു പാലക്കാട് വെച്ചിട്ട് ഞാൻ ഒരു മറുപടിയും പറയില്ല. സംഘടനാപരമായ കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയില്ല. എന്നെ വഴിയിൽ നിർത്തി ചോദിക്കാം. ഞാൻ വഴിയിൽ നിർത്തുന്നത് നിങ്ങളോട് പറയാണ്, വഴിയിൽ നിന്ന് പറയാണ്. അവിടെ ഭയങ്കര മഴയായിരുന്നു. മഴ ഒന്ന് വിട്ടു നിന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത്. 4-5 ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പറയില്ല എന്ന്. അപ്പോൾ പറഞ്ഞു റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു, ഇനിയും മഴ പെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ TV ചർച്ചയിൽ KC വേണുഗോപാൽ സജീവമാകുന്നതിനെതിരെയാണ് ഞാൻ റെഡ് അലർട്ട് എന്ന് പറഞ്ഞു. ഇത്രയും നിങ്ങൾക്കൊരു എന്താ പറയുന്നത്, ഒരു തമാശ ആസ്വദിക്കാൻ പോലുള്ള ഒരു ഇതില്ലാതെ പോയല്ലേ എല്ലാവരും അല്ല കേട്ടോ, എല്ലാ മീഡിയൊന്നും അത് ചെയ്തില്ല. ചില TV ചർച്ചയാണ്. പിന്നെ ഞാൻ KC വേണുഗോപാലിനെതിരെ സംസാരിച്ചെന്ന്. ഞാൻ KC വേണുഗോപാലിനെതിരെ സംഘടനാപരമായ ഒരു ചോദ്യത്തിന് ഞാൻ മറുപടി പറയില്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലല്ലോ. അത് എന്നിട്ട് മഴയാണ്, ക്ലൈമറ്റ് മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് നിർത്തി പോകാൻ വേണ്ടിയിട്ട് ഒരു തമാശ പറഞ്ഞുകൊണ്ട് ഞാൻ പോയതാണ്. അത് റെഡ് അലർട്ടാന്ന് പറഞ്ഞത് KC വേണുഗോപാൽ കേരളത്തിലേക്ക് വരുന്നതിനെ പറ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച വെച്ച മാധ്യമങ്ങളാണ്. നിങ്ങൾക്ക് ഒരു തമാശ ആസ്വദിക്കാൻ പോലും പറ്റാതെ ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലെ മുതൽ ഇറങ്ങിയിട്ട് എന്തെങ്കിലും വാർത്ത ഉണ്ടാക്കി അതിൻ്റെ ആഘോഷിക്കുക. പ്രത്യേകിച്ച് കോൺഗ്രസിനെതിരെ നിങ്ങൾക്ക് ഇപ്പോഴും ഈ CPI-യും CPM-ഉം തമ്മിൽ ഇത്ര അടി നടന്നിട്ട് അതല്ല ആഘോഷം. ഇതിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് നോക്കിയിട്ട് വരുവാണ്. ഞാൻ താങ്കളെ വ്യക്തിപരമായിട്ടല്ല പറഞ്ഞത്, അതല്ല. നിങ്ങൾ ഇത് തന്നെ ഇത്രയും ഞാൻ പറഞ്ഞിട്ട് അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. സംഘടനാപരമായ കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല എന്ന് പറഞ്ഞല്ലോ. ഉറപ്പായിട്ട് CPM നേതൃത്വം ഇടപെട്ടിട്ടാണ് ഉറപ്പായിട്ട് തിരിച്ചെടുത്തത്. ക്രിമിനലാണ് യഥാർത്ഥത്തിൽ. അല്ല, ആ പാർട്ടിക്കാരനാണ്, പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. അതുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത് സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ തീരുമാനമെടുത്തിട്ടും ആളെ തിരിച്ചു വന്ന് കൊണ്ടുവന്നൊരു MP അടുപ്പിച്ചത്.